എല്ലാവരും ചേർന്ന് ജപിക്കുക. ഓം ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ ഗുരുഭ്യോ നമ. ഓം ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ ഗുരുഭ്യോ നമ. ഓം ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ ഗുരുഭ്യോ നമ. വിഘ്നവിനാശകനായ ഗണപതി തമ്പുരാനെയും വാണീദേവിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പുണ്യമാസമായ കർക്കിടകത്തിന്റെ അന്ത്യത്തിൽ നടത്തുന്ന ഈ രാമായണ മാസ ആഘോഷത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുന്നു. സാധാരണ പറഞ്ഞ പോലെ കസേരയിൽ ഇരുന്നിട്ടാണ് പറയാറ്. എനിക്ക് ബാക്കിന് കുറച്ച് പ്രശ്നമുണ്ട്. ഇവിടെ ഭഗവാന്റെ പൂജ നടക്കുകയാണ്. അപ്പൊ അതിലും ഉയരത്തിലിരുന്ന് പറയണ്ട. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും, എന്നാലും അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നൽകിയിരുന്നത്. എന്തായാലും കേൾക്കാലോ അല്ലേ? അങ്ങോട്ട് കേൾക്കാലോ. ഇന്നിപ്പോ 6 പേര് ഇവിടെ രാമായണം വായിച്ചു. അത് രാമായണത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഭാഗങ്ങളാണ്. ആദ്യത്തേത് പുത്രകാമേഷ്ടി അല്ലെ, പുത്രകാമേഷ്ടി. രണ്ടാമത്തേത് ശ്രീരാമനും കൗസല്യവുമായിട്ടുള്ള വനയാത്രയ്ക്ക് മുമ്പുള്ള സംവാദം. മൂന്നാമത്തേത് ലക്ഷ്മണോപദേശം. നാലാമത്തേത് ജടായുസ്തുതി. അഞ്ചാമത്തേത് സീതാഹനുമൽ സംവാദം സുന്ദരകാന്ഡത്തിലെ. അവരെ ഭംഗിയായിട്ട് വായിച്ചു. സുന്ദരകാന്ഡം വായിക്കാൻ എളുപ്പമല്ല. ആറാമത്തെ ഭാഗം ആദിത്യ ഹൃദയം. ആദിത്യ ഹൃദയം. അങ്ങനെ 6 ഭാഗങ്ങളെ തെരഞ്ഞെടുത്തത് അതീവ ശോഭനായി. എന്താ വെച്ചാല് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എന്ന് ചിന്തിക്കുക. ഭഗവാന്റെ ജനനം, പുത്രകാമേഷ്ടിയിൽ കൂടി ഭഗവാൻ ജനിച്ചത്. ആരാണ് പുത്രകാമേഷ്ടി യാഗത്തിന് പ്രധാന കാർമ്മികത്വം വഹിച്ചത്? ഋഷ്യശൃംഗ മഹർഷി. വസിഷ്ഠ കുലമുനിയായ കുലഗുരുവായ വസിഷ്ഠനോടുകൂടി ഋഷ്യശൃംഗ മഹർഷി നടത്തിയ പുത്രകാമേഷ്ടി യാഗത്തിൽ നിന്നും അഗ്നിദേവൻ കൊടുത്ത ആ പായസം കൗസല്യാദേവിക്കും കൈകേയി ദേവിക്കുമായി പകുത്തു കൊടുത്തത് വീണ്ടും അവർ ഓരോ പേരും വീണ്ടും പകുത്തു കൊടുത്ത് സുമിത്രാദേവിക്ക് 2 മക്കളെ ഉണ്ടാക്കി കൊടുത്തു. അല്ലെ? ശ്രീരാമചന്ദ്രൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. പുത്രകാമേഷ്ടി കഴിഞ്ഞ് ശ്രീരാമന്റെ ജനനത്തിന് മുമ്പായി കൗസല്യാദേവി സ്തുതിക്കുന്നുണ്ട്. അതില് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. വാൽമീകിയാണ് ആദികാവ്യമായിട്ടുള്ള രാമായണം രചിക്കുന്നത്. വാൽമീകിക്ക് എങ്ങനെയാണ് ഈ രാമായണം രചിക്കാനുള്ള ഒരു ഉപദേശം ലഭിച്ചത്? ഏറ്റവും ആദ്യം രചിക്കപ്പെട്ട രാമായണം ബ്രഹ്മരാമായണമാണ്. ബ്രഹ്മരാമായണത്തില് 1,00,000-ൽ പരം ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അധ്യാത്മരാമായണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് 1 കോടിയിൽ പരം ഗ്രന്ഥങ്ങൾ എന്നാണ്. ഈ 1,00,000-ൽ പരം ശ്ലോകങ്ങളോ 1 കോടിയിൽ പരം ഗ്രന്ഥങ്ങളോ അടങ്ങിയ ബ്രഹ്മരാമായണത്തെ ബ്രഹ്മാവ് നാരദ മഹർഷിക്കായി ഉപദേശിച്ചു കൊടുത്തതാണ്. നാരദ മഹർഷി അത് പൂർവാശ്രമത്തിൽ കാട്ടാളനായിരുന്ന രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളനായിരുന്ന വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ രാമായണത്തിലെ വാൽമീകി രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത്. 24 എന്ന് പറയുന്ന അക്ഷരസംഖ്യയ്ക്കുള്ള പ്രാധാന്യം ഗായത്രി മന്ത്രത്തിൽ ഇരിക്കുന്നത് 24 അക്ഷരങ്ങളാണ്. ഓം എന്ന് പറയുന്ന പ്രണവവും ഭൂ ഭുവ സ്വഹ എന്ന് പറയപ്പെടുന്ന വ്യാകൃതികളും ചേർന്ന് 24 അക്ഷരമടങ്ങിയ ഗായത്രി മന്ത്ര ഉപാസന. ആ ഗായത്രിയിലെ ഓരോ ശ്ലോകത്തെയും 1000 ശ്ലോകങ്ങൾ, ഓരോ അക്ഷരത്തെയും 1000 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്ന 24,000 ശ്ലോകങ്ങൾ അടങ്ങിയ വാൽമീകി രാമായണമാക്കി നമുക്ക് തന്നു വാൽമീകി മഹർഷി. എന്നാൽ നാം ഇവിടെ പാരായണം ചെയ്യുന്ന അധ്യാത്മ രാമായണം വാൽമീകി രാമായണമല്ല. ഏവർക്കും അറിയാൻ തോന്നുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം
വേദവ്യാസനാൽ രചിതമായ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ അന്തർഗതമായ അധ്യാത്മ രാമായണത്തിന്റെ മലയാള പരിഭാഷയാണ്. വാൽമീകി രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ മര്യാദാ പുരുഷോത്തമനും ഒരു മനുഷ്യനുമായിട്ടാണ് ചിത്രീകരിച്ചതെങ്കിൽ അധ്യാത്മ രാമായണത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ സ്വയം വിഷ്ണുവാണ്, മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരമാണ്. ഏതൊരു മന്ത്രത്തിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയുന്നതും രാമമന്ത്രമാണ്. സകലമാന വ്യസനങ്ങളെയും ഇല്ലാതാക്കി മനുഷ്യന് മനസ്സിന് സുഖം നൽകുന്ന മന്ത്രം രാമമന്ത്രം. മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസത്തിന്റെ ആദ്യത്തെ അക്ഷരവും രാമായണം എന്ന് പറയുന്ന മറ്റൊരു ഇതിഹാസത്തിന്റെ ആദ്യത്തെ അക്ഷരവും രാമായണത്തിന്റെ രായും മഹാഭാരതത്തിന്റെ മായും ചേർന്നാൽ രാമ എന്ന താരക മന്ത്രം ജപിക്കുന്നു. അതുപോലെ തന്നെ നാരായണ എന്ന് പറയുന്ന മന്ത്രത്തിന്റെ രണ്ടാമത്തെ അക്ഷരവും നമശിവായ എന്ന് പറയുന്ന മന്ത്രത്തിന്റെ രണ്ടാമത്തെ അക്ഷരവും ചേരുമ്പോൾ രാമ എന്ന താരക മന്ത്രം ജപിക്കുന്നു. ഏറ്റവും പരിപൂർണത അടങ്ങിയ ഗായത്രി മന്ത്രത്തിന്റെ പരിപൂർണത അടങ്ങിയ രാമമന്ത്രം എന്നും സ്മരിക്കുന്നവൻ അവന് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖം ഉണ്ടാവുകയേയില്ല. രാമായണത്തിലെ ഒരുപാട് ബന്ധങ്ങളെ പറ്റി പറയുന്നുണ്ട്. തുടക്കം തന്നെ സപത്നിമാരായ കൗസല്യാദേവിക്കും കൈകേയി ദേവിക്കും അവർക്ക് കിട്ടിയ പായസം കഴിച്ചാൽ മതിയായിരുന്നു അല്ലെ? സുമിത്രാദേവിയെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെന്താ ചെയ്തത്? രണ്ടുപേർക്കും ഒരു പകുതി വീതം കൊടുക്കുകയാണ് ചെയ്തത്. സപത്നി ബന്ധം ഇന്നത് വേണ്ട. രണ്ടാമത് അവിടുന്ന് സഹോദര ബന്ധങ്ങളെയാണ് പറയുന്നത്. ശ്രീരാമചന്ദ്രൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. അതില് ശ്രീരാമനും ലക്ഷ്മണനും എന്നും ഒരുമിച്ചായിരുന്നു, ഭരതനും ശത്രുഘ്നനും എന്നും ഒരുമിച്ച് കൂടിയാണ് നടക്കാറ്. അങ്ങനെ ശ്രീരാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷി എവിടേക്ക് കൊണ്ടുപോയി? താടകാ നിഗ്രഹത്തിനും സുബാഹുവിനെ നിഗ്രഹിക്കുന്നതിനും യജ്ഞത്തെ യാഗത്തെ രക്ഷിക്കുന്നതിനും വേണ്ടി. ആ യാഗരക്ഷ കഴിഞ്ഞ് മിഥില രാജധാനിയിലേക്കുള്ള പോക്കിൽ ഗൗതമ മഹർഷിയാൽ ശപിക്കപ്പെട്ട കല്ലായി കിടന്ന അഹല്യയ്ക്ക് മോക്ഷം നൽകി ഭഗവാനെ അഹല്യാദേവി സ്തുതിക്കുകയാണ്. സീതാ സ്വയംവരം നടന്നു. ത്രയംബകം എന്ന് പറയുന്ന വില്ലൊടിച്ച് സീതാ സ്വയംവരം നടത്തി. തിരിച്ചു വരവില് മറ്റൊരു വൈഷ്ണവാംശമായ ഭാർഗവരാമന്റെ ഗർവിനെ ശമിപ്പിക്കുന്നു. ഒരു ബന്ധം, അടുത്ത ബന്ധം പറയാൻ പോവാണ്. അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം. അച്ഛൻ തന്റെ ഭാര്യയ്ക്ക്, അതായത് തന്റെ അമ്മയുടെ സപത്നിയായിരിക്കുന്ന കൈകേയി ദേവിക്ക് കൊടുത്തൊരു വരം അല്ലെങ്കിൽ ഒരു സത്യം, ആ സത്യത്തെ നിറവേറ്റുന്നതിന് രാജ്യം വിട്ട് വനത്തിലേക്ക് പോവുക. ഇന്ന് നമ്മുടെ നേതാക്കന്മാരുടെ മക്കളെ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് കയറി പറ്റാൻ പറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇവിടെ ഒരു രാജാവ്, അതും അഭിഷേകത്തിന് തൊട്ട് മുമ്പായിട്ട് രാജ്യം വിട്ട് വനത്തിലേക്ക് പോവാണ്. ഒറ്റ കാരണത്താലാണ്. ചിന്തിക്കുക, അച്ഛന്റെ വാക്ക് നിറവേറ്റാൻ. കൂടെ പോവാണ് ലക്ഷ്മണൻ. അപ്പൊ ലക്ഷ്മണനോട് സുമിത്രാദേവി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. എന്താണ്? വാൽമീകി രാമായണത്തിൽ ഇങ്ങനെയാ പറയുന്നത്: രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛദാത യഥാസുഖം. എന്താ ഇതിന്റെ അർത്ഥം? ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടും കൂടി ലക്ഷ്മണൻ അവരോടുകൂടി വനത്തിലേക്ക് പോവുകയാണ്. അതിൽ ശ്രീരാമചന്ദ്രനെ നീ ആരായി കാണണം? പിതാവായ ദശരഥനായിട്ട് കാണുക. സീതാദേവിയിൽ നീ എന്നെ കാണുക. ആരെ കാണുക? എന്നെയല്ല. ആരെ കാണുക? സുമിത്രാദേവിയെ കാണുക.
അയോധ്യ മടവി വിധി. എവിടെയാണോ ചെല്ലുന്നത്? വനത്തിലാണ് ചെല്ലുന്നത്. ആ വനത്തിൽ ചെല്ലുമ്പോഴും അതിനെ അയോധ്യയായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അയോധ്യയിൽ ആരാണുള്ളത്? ദശരഥനും സുമിത്രയും. അതിന് പകരക്കാരായിട്ട് കാട്ടിൽ ആരുടെ കൂടെയാണ് ഇവർ പോകുന്നത്? ലക്ഷ്മണൻ പോകുന്നത് പകരക്കാരായ ശ്രീരാമചന്ദ്രനോടും സീതാദേവിയോടും കൂടിയിട്ടാണ്. അപ്പൊ അവരെവിടെയാണോ ഉള്ളത് അവിടെ നിൽക്കുന്ന ലക്ഷ്മണന് അത് അയോധ്യയാണ്. സുഖമായിട്ട് നീ പോയി കാട്ടിൽ പോയി തിരിച്ചു വരിക. ഏതമ്മ പറയും? കോളേജിൽ വേണമെങ്കിൽ അമ്മമാര് പോയിരിക്കും, ജോലി സ്ഥലത്ത് വേണമെങ്കിൽ പോയിരിക്കും, UKLCയും USLCയും പഠിപ്പിക്കാൻ വിടുമ്പോ അവരുടെ കൂടെ പോകും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്നേഹമില്ലാതെയല്ല അവിടെ തന്റെ കർത്തവ്യം നിറവേറ്റാൻ പുത്രനെ പ്രാപ്തനാക്കുകയാണ് ആ അമ്മ ചെയ്യുന്നത്. കർത്തവ്യം നിറവേറ്റാൻ പുത്രനെ പ്രാപ്തനാക്കുക. പുത്രകാമേഷ്ടി കഴിഞ്ഞു. കൗസല്യാദേവിയോട് ശ്രീരാമചന്ദ്രനും കൗസല്യാദേവിയായിട്ടുള്ള സംവാദമാണ് രണ്ടാമത് വായിച്ച ഭാഗം. അത് കഴിഞ്ഞ് വരുമ്പോ അത് ചിന്നാഭിഷേകം, ശ്രീരാമ അഭിഷേക വിഘ്നത്തിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോ മൂന്നാമത്തെ ഭാഗം എന്താ വായിച്ചത്? ലക്ഷ്മണോപദേശം. 108 ഉപനിഷത്തുക്കളും മഹാഭാരതത്തിന്റെയും ഭാഗവതത്തിന്റെയും എല്ലാം സത്തകളും ഉൾക്കൊണ്ടതാണ് ലക്ഷ്മണോപദേശം. ഉപനിഷത്ത് പഠിക്കണ്ട, വേദം പഠിക്കണ്ട, ഒന്നും പഠിക്കണ്ട. ലക്ഷ്മണോപദേശം മനസ്സിലാക്കിയാൽ മതി. ഭാഗവതത്തിൽ പറയണ്ടേ സ്മരണം കീർത്തനം വിഷ്ണോർ സ്മരിക്കുക, കീർത്തനം ചെയ്യുക, വിഷ്ണുവിനെ സ്മരിക്കുക, വിഷ്ണുവിനെ പൂജിക്കുക, വന്ദിക്കുക, പൂജകൾ നടത്തുക. ദാസ്യഭാവത്തിൽ വിഷ്ണുവിനെ ഭഗവാന്റെ കാര്യത്തിൽ ചെല്ലുക, അല്ലെങ്കിൽ ഭഗവാനിൽ എല്ലാം സ്വയം അർപ്പിക്കുക. അങ്ങനെ പല രീതിയിലുള്ള ഭക്തിമാർഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അജ്ഞാനത്തെ നീക്കി വിജ്ഞാനം ഉണ്ടാകുക, ജ്ഞാനപ്രാപ്തി നടത്തുക. അത് തന്നെയാണ് ഗീതയിലും പറയുന്നത്. ഗീതയിൽ പറയുന്ന 3 യോഗങ്ങളെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനായിട്ട് ഇവിടെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആദ്യം കർമ്മം, 2 ഭക്തി, 3 ജ്ഞാനം, അറിവ്. 18 അധ്യായം 700 ശ്ലോകം 3 കാര്യങ്ങൾ. ഇതാണ് ഗീത. വളരെ സിമ്പിളായിട്ട് പറയാമെങ്കിൽ. ഇത്ര സിമ്പിൾ അല്ല കേട്ടോ, വളരെ ഗഹനാണ്. അപ്പൊ ആ 3 കാര്യങ്ങളും ആ 3 യോഗങ്ങളും ഒരുമിച്ച് നമുക്ക് ലഭിക്കുന്നതാണ് ലക്ഷ്മണോപദേശത്തില്. അങ്ങാണോ അത് ഇതിന്റെ ഒരു രൂപം ഉണ്ടാക്കിയത്? എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട്. അതെനിക്ക് വളരെ സന്തോഷമായി. ലക്ഷ്മണോപദേശം. അത് കഴിഞ്ഞ് ജടായുസ്തുതി. ശ്രീരാമചന്ദ്രൻ മാരീചന്റെ പൊന്മാനായി വന്ന മാരീചനെ വേട്ടയാടുന്നതിന് വേണ്ടി പോകുന്നു. ആ സമയത്ത് രാക്ഷസ രാജാവായ രാവണൻ വന്ന് സീതയെ അപഹരിച്ചുകൊണ്ട് പോവാ. അന്ന് ദശരഥന്റെ സുഹൃത്തായിരുന്ന പക്ഷീന്ദ്രൻ ജടായു രാവണനുമായിട്ട് യുദ്ധം ചെയ്യാം. ആ യുദ്ധത്തിലെ ചന്ദ്രഹാസം കൊണ്ട് രാവണൻ ജടായുവിന്റെ 2 ചിറകും മരിഞ്ഞു. ജടായു മൃതപ്രായനായിട്ട് കിടക്കുകയാണ്. സീതാന്വേഷണത്തിനായി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും വരുന്ന സമയത്ത് ഈ ജടായുവിനെ കണ്ടു. ആദ്യം ഒന്ന് പേടിച്ചു, ഇതെന്താണ് കിടക്കുന്നതെന്നുള്ള ഒരു ചിന്ത വന്നു. ഒരു രാക്ഷസൻ ഭീകരരൂപം പ്രാപിച്ചു കിടക്കുകയാണോ എന്ന് ചിന്തിച്ചു. പിന്നീട് മനസ്സിലായി. ജടായു പറഞ്ഞു, ഭഗവാനെ, ഞാൻ അങ്ങയുടെ പിതാവിന്റെ സുഹൃത്താണ്, പേര് ജടായു, പക്ഷിയാണ്. ആ ജടായു അവിടെ നിന്ന് ഭഗവാനെ സ്മരിക്കുന്നതാണ് ജടായുസ്തുതി എന്ന് പറഞ്ഞ് നമ്മളിപ്പോ ജപിച്ചു കഴിഞ്ഞത്. ജപമാണ്. എന്താണ്? പൂർണ്ണമായ മന്ത്രമാണ് ജടായുസ്തുതി. അധ്യാത്മരാമായണം, സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായണത്തിൽ നിന്ന് വളരെ വിഭിന്നമല്ലാത്ത രീതിയിലാണ് തുഞ്ചത്ത് എഴുത്തച്ഛനും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇത്തിരി സംസ്കൃതം കൂടുതലുള്ളതാണ്. വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആ ജടായുവിനെ വേണ്ട വിധത്തില് സംസ്കാരങ്ങൾ നടത്തി, ശവസംസ്കാരം നടത്തി ആ ജടായുവിനെ വിഷ്ണുപാദത്തിൽ ലയിപ്പിച്ചു ശ്രീരാമചന്ദ്രൻ. മോക്ഷം കിട്ടി ജടായുവിന്. ജടായു ഗതിയാണ് അത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം.
തലയും കയ്യും ഒന്നുമില്ലാത്തൊരു ഒരു ഭീകര ജീവി കബന്ധൻ. ആ കബന്ധൻ പൂർവാശ്രമത്തിലൊരു ഗന്ധർവനായിരുന്നു. ആ കബന്ധനെ നിഗ്രഹിച്ച് വീണ്ടും ഗന്ധർവനാക്കി. ആ ഗന്ധർവൻ ഭഗവാനെ നിന്ന് സ്തുതിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 10-12 ഭാഗങ്ങളിലായിട്ട് രാമായണത്തിലെ സ്തുതികൾ വരുന്നുണ്ട്. ആ സ്തുതികൾ മാത്രം ജപിച്ചാൽ മതി, നമ്മുടേതായ എല്ലാ വിഷമങ്ങളും തീരും, എവിടെയും പോകേണ്ടതില്ല. സുഗ്രീവ സഖ്യം നടന്നു. എന്തിനു വേണ്ടിയായിരുന്നു? സുഗ്രീവനും ഒരു കാര്യലാഭമുണ്ട്, ശ്രീരാമചന്ദ്രനും ഒരു കാര്യലാഭമുണ്ട്. സുഗ്രീവന് തന്റെ രാജ്യമായ കിഷ്കിന്ധ തന്റെ ജ്യേഷ്ഠനിൽ നിന്നും തിരിച്ചു കിട്ടണം. തിരിച്ച് ശ്രീരാമചന്ദ്രന് തന്റെ ഭാര്യയെ തേടിക്കൊണ്ട് കൊടുക്കണം. അതിനുവേണ്ടി ഹനുമാന്റെ സാന്നിധ്യത്തില്, അഗ്നിയുടെ സാന്നിധ്യത്തില് സുഗ്രീവ സഖ്യം നടന്നു. രാമ സുഗ്രീവ സഖ്യം നടന്നു. ഭാര്യ സുഗ്രീവ യുദ്ധത്തില് പൂമാലയണിഞ്ഞ സുഗ്രീവനെ കണ്ട് തിരിച്ചറിഞ്ഞ് ശ്രീരാമചന്ദ്രൻ ബാലിയെ നിഗ്രഹിച്ചു. ബാലിയുടെ പത്നിപദം അലങ്കരിച്ചിരുന്ന താരയ്ക്ക് താരകോപദേശം കൊടുത്തു. ഈ രാജ്യഭാരം കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്നതായ സുഖം ലഭിക്കുക, അപ്പോഴാണല്ലോ നമ്മൾ കുറച്ചൊന്നും മാറി നിൽക്കുക. ഭഗവാനുള്ള കടപ്പാട്, വീട്ടുകാരോടുള്ള കടപ്പാടൊക്കെ മാറുക അപ്പോഴാണ്. അത് തന്നെ ഇവിടെ സുഗ്രീവനും സംഭവിച്ചു. സുഗ്രീവൻ പറയുന്നുണ്ട്, ഞാനതൊന്നുമല്ല, ഞാൻ എല്ലാവരെയും അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിച്ചു കൊണ്ടുവരികയായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അല്പം ഒന്ന് മതോന്മത്തനായി പോയോ എന്നൊരു സംശയം. അത് തീർക്കാൻ ലക്ഷ്മണനെ വിടുന്നുണ്ട് കിഷ്കിന്ധയ്ക്ക്. സുഗ്രീവൻ ആവുന്നിടത്തോളം വാനരപ്രമുഖരെ എല്ലാം കൊണ്ടുവന്ന് ചാതുർമാസ്യം വ്രതം നോറ്റിരുന്ന ശ്രീരാമചന്ദ്രന്റെ അടുത്ത് വന്നു. ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, ഇങ്ങനെ 4 ഭാഗത്തേക്കായിട്ട് വിടാൻ പോവുകയാണ്. അപ്പൊ ചിലരിങ്ങനെ പറഞ്ഞിരുന്നോ, തെക്കോട്ടാണ് പോയിട്ടുള്ളത്. ആരൊക്കെയാ പറഞ്ഞത്? സുഗ്രീവനും ഹനുമാനും ജടായു, ശബരി. ശബരി ഉക്ക വമ്പാതീരം. ആ ശബരിയാശ്രമത്തിൽ പ്രവേശിച്ച് അതിനുശേഷം വമ്പാതീരത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാവരും ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് പ്രകാരം തെക്കോട്ടുള്ളവരിലെ കുറച്ച് പ്രമുഖരായ വാനര വീരന്മാരെയാണ് ഉൾപ്പെടുത്തിയത്. ആരൊക്കെയാണ്? ബ്രഹ്മാവിന്റെ പുത്രനായ ജാമ്പവാൻ, വായുവിന്റെ പുത്രനായ ഹനുമാൻ, ഇന്ദ്രന്റെ പുത്രനായ അംഗദൻ, വിശ്വകർമാവിന്റെ പുത്രനായ നളൻ, അശ്വിനി കുമാരന്റെ പുത്രനായ സുഷേണൻ. അശ്വിനി കുമാരന്മാരിൽ ഒരാളുടെ പുത്രനായ സുഷേണൻ, കാരണം വാനരന്മാരിലെ വൈദ്യനാണ് സുഷേണൻ. അങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള ഗയൻ, ഗവാക്ഷൻ, ഹനുമാന്റെ പിതാവായ കേസരി, ഇവരെല്ലാവരുമാണ് തെക്കോട്ടുള്ള അന്വേഷണത്തിനായിട്ട് പോകുന്നത്. അവിടെ എത്തി. തെക്കോട്ട് എന്ന് പറഞ്ഞാൽ അധികം പോകാനില്ല. പോയി നോക്കുമ്പോ സമുദ്രതീരത്ത് വന്നിരുന്ന അംഗദന് സംശയമായി, നമ്മളെല്ലാവരും ഇവിടെ ഒടുങ്ങാനുള്ളതാണ്. കാരണം 1 മാസത്തിനുള്ളിൽ തിരിച്ചു ചെന്നില്ലെങ്കിൽ സുഗ്രീവൻ തിരച്ഛേദം നടത്തും. തിരിച്ചങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല കണ്ടെത്താതെ. അവിടെ ഇരുന്നിങ്ങനെ എല്ലാവരും തമ്മിൽ ആലോചിക്കുകയാണ്, എന്താ ചെയ്യാന്നങ്ങനെ ആലോചിക്കുമ്പോ ഇവിടെ ജടായുവിന്റെ സഹോദരനായ സമ്പാദി ഒരു ഗുഹയ്ക്കകത്തിരിക്കുന്നുണ്ട്. സമ്പാദി വിചാരിച്ചു, ഓരോരുത്തരായിട്ട് ഓരോ ദിവസം ഭക്ഷിക്കാം, എനിക്കുള്ള ഭക്ഷണമാണ് എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. രാമമന്ത്രത്തിന്റെ ശക്തി അവിടെയാണ്. സൂര്യന്റെ രശ്മികൾ പ്രവഹിച്ച് സൂര്യന്റെ താപത്തിൽ തീർന്നുപോയ ചിറകുകൾ വീണ്ടും മുളച്ച് സമ്പാദിക്ക് തന്റെ ചിറകുകളെ തിരിച്ചു കിട്ടി രാമമന്ത്രം കൊണ്ട്. അടുത്തത് സമുദ്ര ലംഘനാണ്. ബാലകാന്ഡം കഴിഞ്ഞാല് രാമായണം വായിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഭാഗം സുന്ദരകാന്ഡ. ബാലകാന്ഡം കഴിഞ്ഞാൽ, സീതാസ്വയംവരം കഴിഞ്ഞാൽ പിന്നെ വനവാസത്തിനായിട്ട് പോവാണ്. അവിടെ നമ്മളൊന്നും സന്തോഷിക്കാനില്ല. പിന്നെ സന്തോഷിക്കുന്നത് സുന്ദരകാന്ഡത്തിലാണ്. ഹനുമാൻ നിറഞ്ഞു നിൽക്കുകയാണ്.
ആഞ്ജനേയ സ്വാമി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക സുന്ദരകാണ്ഡത്തിൽ നിറച്ച്. അവിടെ ശ്രീരാമചന്ദ്രനില്ല. ഈ സമുദ്രത്തെ ലംഘിച്ച് ലങ്കയിലെത്തുന്നു. സീതാദേവിയെ കാണുന്നു. സീതാദേവിക്ക് ചൂടാരത്നം സീതാദേവിയിൽ നിന്ന് ചൂടാരത്നം വാങ്ങി എന്താ കൊടുക്കുന്നത്, അങ്കുലീയം കൊടുക്കുന്നു. അടയാളവാക്യം പറയുന്നു. ആ ഭാഗമാണ് വായിച്ചത് ഒരാള് അല്ലെ. രാവണന്റെ ഒരു പുത്രനായ അക്ഷകുമാരനെ വധിക്കുന്നുണ്ട്. ലങ്ക മുഴുവൻ ദഹിപ്പിക്കുകയാണ്. ലങ്കാദഹനം. ഒരു രാജ്യം മുഴുവൻ ദഹിപ്പിക്കുക തന്റെ വാലിൽ ചുറ്റിയ തീ കൊണ്ട്. അത് ഹനുമാനല്ലാതെ ആർക്കാ പറ്റുക? അങ്ങനെ സീതയെ കണ്ടേൻ എന്ന് പറഞ്ഞ് ഹനുമാനും മറ്റ് വനരാദികളും ശ്രീരാമചന്ദ്രന്റെ അടുത്ത് എത്തുകയാണ്. അടുത്തത് സമുദ്രം ലംഘിക്കണം, സമുദ്ര ലംഘനം നടത്തണം, സമുദ്രം തരണം ചെയ്യണം. എങ്ങനെയാ പറ്റുക? എന്താ ചെയ്യാ? അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് രാവണനുമായിട്ട് ഇടഞ്ഞ് വിഭീഷണൻ അവിടുന്ന് വരുന്നുണ്ട്. വിഭീഷണന്റെ ശരണപ്രാപ്തിയാണ്. വിഭീഷണൻ തന്റെ 4 അമാത്യന്മാരോട് കൂടിയാണ് വരുന്നത്. അവിടെ വിഭീഷണന്റെ സ്തുതിയുണ്ട്. വിഭീഷണൻ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നുണ്ട്. ഒരു നക്തഞ്ചരനായ, ഒരു രാക്ഷസനായ ഒരു വ്യക്തി, അതും തന്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയ രാവണന്റെ സഹോദരൻ, എങ്ങനെ വിശ്വസിക്കും? നമ്മൾ വിശ്വസിക്കോ? എന്താ അവിടെ ചെയ്യുന്നേ? ആ രാമേശ്വരം അല്ലെങ്കിൽ ആ സമുദ്രത്തിന്റെ തീരത്ത് വെച്ച് വിഭീഷണനെ ലങ്കാപതിയായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. രാവണനെ നിഗ്രഹിച്ചിട്ടില്ല. അത് അവിടെ എന്താണ് കാണിക്കുന്നത്? മനുഷ്യനായ രാമന്റെ ശുഭാപ്തി വിശ്വാസം. രാവണനെ കൊന്നിരിക്കും, സീതയെ നേടിയിരിക്കും. വിഭീഷണനാണ് അടുത്ത ലങ്കാ രാജാവ് തീരുമാനിച്ചു. വിഭീഷണന്റെ ശരണപ്രാപ്തി കഴിഞ്ഞ് സമുദ്ര ലംഘനത്തിനായിട്ട് സുഗ്രീവൻ പറയാണ്, ഏറ്റവും എളുപ്പം സമുദ്ര ദേവതയെ തന്നെ ശരണം പ്രാപിക്കുക, വരുണനെ പ്രാർത്ഥിക്കുക. 3 ദിവസം കൊണ്ട് വരുണനെ പ്രാർത്ഥിക്കുകയാണ് ശ്രീരാമന്. ഊണും ഉറക്കവും കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല. കൊണ്ടുപോവാ ലക്ഷ്മണ വില്ലും ശരങ്ങളും. അല്ലെ, മനുഷ്യനായാല് അല്പം ദേഷ്യമൊക്കെ വരും. ഭഗവാന്റെ ദേഷ്യത്തിന് മുമ്പില് പിടിച്ചു നിൽക്കാനായിട്ട് വരുണന് സാധിച്ചില്ല. വരുണൻ പ്രത്യക്ഷനായി. വരുണൻ വന്നത് ഒരുപാട് ജലദേവതകളുമായിട്ടാണ്. ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളും ആടയാഭരണങ്ങളും എല്ലാം ഭഗവാന്റെ കാര്യത്തിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കൊല്ലരുത്, അമ്പയക്കരുത്. ഒരു പർവ്വതത്തിന് മുകളിൽ ഒരുപാട് രാക്ഷസന്മാരുണ്ട്, അവിടേക്ക് തൊടുത്തോളൂ അങ്ങയുടെ ബാണം. അത് വൃഥാവിലാക്കണ്ട, കാരണം രാമബാണം അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് വൃഥാവിലാക്കണ്ട. രാമബാണം അങ്ങോട്ട് ചെയ്തു. വരുണൻ മാറിക്കൊടുത്തു. വിശ്വകർമാവിന്റെ പുത്രന്റെ നടുനായകത്തില് സേതുബന്ധനം അണ്ണാറക്കണ്ണനും ചേർന്ന് ചെയ്തു. ഒരു വേറൊരു രീതിയിൽ പ്രഭാഷണം നടത്താൻ അറിയാണ്ടല്ല. അല്ല, എനിക്കിപ്പോ മുഴുവനായിട്ട് രാമായണം വായിക്കുകയാണ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്ത് വായിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ രാമായണം കഥ ഒന്ന് ചുരുക്കി പറയാം എന്ന് വിചാരിച്ചു. പറയാനായിട്ട് വന്നത് നാമരാമായണായിരുന്നു. അത് മാറ്റി. അത് എല്ലാ സ്ഥലത്തും പോകുമ്പോൾ പതിവുള്ളതാണ്. അങ്ങനെ സേതുബന്ധനം നടത്തി വാനരന്മാരെല്ലാവരും ലങ്കയിലെത്തി. ലങ്കയുടെ 4 കവാടങ്ങളിലും വാനരന്മാരെ വിന്യസിച്ചു. അംഗദനെ പറഞ്ഞയച്ചു. ഇങ്ങനെ യുദ്ധത്തിനായിട്ട് വന്നിട്ടുണ്ട് ദൂതൻ. വീണ്ടും ദൂതൻ സീതയെ തിരിച്ചു തരിക. അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിന്റെ ആവശ്യമില്ല. രാവണന്റെ ഈഗോ സൂപ്പർ ഈഗോ ആയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയം സാധിക്കില്ല. രാവണന്റെ എല്ലാ കിങ്കരന്മാരും, പല പ്രമുഖരായ കിങ്കരന്മാരെയും വാനരസേനയും ലക്ഷ്മണകുമാരനും ശ്രീരാമചന്ദ്രനുമായിട്ട് ഒന്നൊടുക്കി. ഇടയ്ക്ക് വെച്ച് നാഗാസ്ത്രം പ്രയോഗിക്കുന്നുണ്ട് ഇന്ദ്രജിത്ത്. നാഗാസ്ത്രം പ്രയോഗിക്കുന്ന സമയത്ത്
എല്ലാവരും മോഹാലസ്യപ്പെട്ട് വീണു. അപ്പൊ ഭഗവാന്റെ തന്നെ ആരാണ് ഗരുഡൻ? വാഹനമായ ഗരുഡൻ അവിടെ വന്ന് ആ നാഗപാശത്തെ ഒഴിവാക്കി. നാഗത്തിന്റെ ശത്രുവാണ് ഗരുഡൻ. നാഗപാശത്തെ അവരിൽ നിന്നും വലിച്ചെടുത്ത് വീണ്ടും മഹാലസ്യത്തിൽ നിന്നും ഉത്ഥാനം ചെയ്തു. പിന്നീട് മേഘനാഥന്റെ അല്ലെങ്കിൽ ഇന്ദ്രജിത്തിന്റെ തന്നെ അസ്ത്രം പ്രയോഗത്തിൽ മഹാലസ്യപ്പെട്ടോ മരിച്ചോ വീണ മൃതപ്രായരായ വാനരസേനയും ലക്ഷ്മണകുമാരനും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ഹനുമാൻ സ്വാമി മൃതസഞ്ജീവനി അടങ്ങുന്ന പർവ്വതം അങ്ങനെ തന്നെ തന്റെ കയ്യില് പിടിച്ച് കൊണ്ടുവരികയാണ്. മൃതസഞ്ജീവനി കൊണ്ടുവന്നു. ആ സമയത്ത് രണ്ടുപേരാണ്, ഒന്ന് ജാംബവാൻ, ഒന്ന് വിഭീഷണൻ. വിഭീഷണൻ നോക്കിയപ്പോ ജാംബവാൻ അനങ്ങുന്നുണ്ട്. ജാംബവാന് മരണമില്ല, ജാംബവാൻ ചിരഞ്ജീവിയാണ്. അപ്പോ വിഭീഷണൻ അടുത്ത് ചെന്ന് ചോദിച്ചു, അങ്ങേക്ക് അങ്ങ് എന്താ അങ്ങേക്ക് ബോധമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അങ്ങേക്കല്ല കേട്ടോ. അപ്പോ കുഴപ്പമില്ല. ആരാത്? കണ്ണത്തിരി കാണില്ല, അത്യപ്രായമുണ്ട്. ഞാൻ വിഭീഷണനാണ്. ശബ്ദത്തിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്തു വിഭീഷണനാണ്. ഉടനെ ചോദിച്ചു, ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ? ചോദിക്കുന്നതാ. അപ്പൊ വിഭീഷണൻ ചോദിച്ചു, അല്ല ശ്രീരാമൻ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെ ലക്ഷ്മണൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നല്ല ചോദിക്കണേ, ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നാ ചോദിക്കണേ. എന്തായി കാരണം? വളരെ സിമ്പിളാണ് ജവാബാണ്. വളരെ സിമ്പിളാന്നല്ല കേട്ടോ ഉപയോഗിച്ച വാക്ക്. ഹനുമാൻ ഉണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവരെയെല്ലാം രക്ഷിക്കാൻ ഹനുമാൻ ഒറ്റയാൾ മതി. അപ്പൊ അവിടെയാണ് വൈദ്യന്മാരായ അശ്വിനി ദേവകളിൽ ഒരാളായ ഒരു അശ്വിനി ദേവന്റെ മകനായ സുഷേണന്റെ പ്രാധാന്യം വരുന്നത്. സുഷേണൻ വാനരന്മാരുടെ വൈദ്യനായിരുന്നു. അങ്ങനെ സുഷേണൻ പറഞ്ഞിട്ടാണ് ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുവരുന്നതിനായിട്ട് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോ സംശയമായി, ഇതാണോ അതാണോ എന്നുള്ള സംശയമായി. എന്നാ പിന്നെ പർവ്വതം ഇരിക്കട്ടെ, കയ്യിലിരിക്കല്ലേ വേണ്ട, ഇവിടെ പോരട്ടെ എന്ന് വിചാരിച്ച് പർവ്വതം കയ്യിലും വെച്ച് ഇവിടെ പോരും. ഇവിടെ വന്നവരെല്ലാവരും രക്ഷപ്പെട്ടു. ഇനി അത് അവിടെ ഇരുന്ന പ്രശ്നം എന്താ? രാക്ഷസന്മാര് ഭരിക്കില്ല. ഇവിടെ രാക്ഷസന്മാരെ കൊല്ലുകയും വേണമല്ലോ. തിരിച്ചിത് കൊണ്ടുവയ്ക്കുകയും ചെയ്തു. ജയവിജയന്മാരുടെ രണ്ടാമത്തെ അവതാരങ്ങളാണ് രാവണനും കുംഭകർണൻ. ജയവിജയന്മാര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. വിഷ്ണു പാർശ്വന്മാരാണ്. സനകാദി മഹർഷിമാര് ശപിച്ചു. അതിൻ പ്രകാരം 3 പ്രാവശ്യം 3 ജന്മത്തില് രാക്ഷസന്മാരായിട്ട് ജനിക്കും എന്ന് പറഞ്ഞു. അവർക്ക് ഈ 3 ജന്മത്തിലും ഭഗവാൻ വിഷ്ണു തന്നെ മോക്ഷം നൽകും എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഉണ്ടായത്. രണ്ടാമത്തെ ജന്മം രാവണനും കുംഭകർണനുമായിട്ടായിരുന്നു. മൂന്നാമത് ദ്വാപരയുഗത്തില് ശിശുപാലനും ദന്തവക്രനുമായിട്ടാണ് ജനിച്ചത്. എല്ലാവരെയും അതാത് സമയത്തുണ്ടായ അവതാരങ്ങള് കൊന്ന് അവർക്ക് മോക്ഷം നൽകുകയാണ് ഉണ്ടായത്. ഇവിടെ കുംഭകർണന്റെ പറയാൻ കാരണം, വിഭീഷണൻ കുറെ ഉപദേശിക്കുന്നുണ്ട് രാവണന്, സീതയെ കൊണ്ടു കൊടുക്കുക, അങ്ങനെയൊക്കെ ആവശ്യമില്ല, അങ്ങയുടെ ഭാര്യ മണ്ഡോദരിയുണ്ട്, ഇവിടെ പിടിച്ചു വെച്ച് വെറുതെ രാമനെ കൊണ്ട്, അല്ലെങ്കിൽ രാമന്റെ ഒരു ദൂതനായിട്ടുള്ള ഹനുമാൻ വന്ന് ഇവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം കണ്ടതല്ലേ, അങ്ങയുടെ ഒരു മകനെ കൊന്നു, ലങ്ക മുഴുവൻ ദഹിപ്പിച്ചു. ഇതേ ഉപദേശം, ഏതാണ്ട് ഇതിന് തുല്യമായിട്ടുള്ള ഉപദേശം കുംഭകർണനും രാവണന് കൊടുക്കുന്നുണ്ട്. നിന്നെ ഞാൻ ഈ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചത് എന്നെ ഉപദേശിക്കാനാണ്. പറ്റുകയാണെങ്കിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ എന്നോട് കൂടുതലായിട്ടൊന്നും സംസാരിക്കണ്ട എന്നാണ് രാവണൻ പറയുന്നത്. അങ്ങനെ കുംഭകർണൻ യുദ്ധത്തിനായിട്ട് പോയി. കുംഭകർണനെ വധിച്ച ശ്രീരാമചന്ദ്രനെ നാരദൻ സ്തുതിക്കുന്നുണ്ട്. നാരദ സ്തുതി എന്ന് പറഞ്ഞ് വായിച്ചപ്പോ കണ്ടു കാണും. അതികായനെ ലക്ഷ്മണൻ വധിച്ചു, ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചു. രാമരാവണ യുദ്ധം. രാമന് മാതലി അടക്കമുള്ള, അതായത് തേരാളിയായ മാതലിയോടുകൂടി രഥത്തെ ദേവേന്ദ്രൻ കൊടുത്തയച്ചു. പക്ഷേ
ഭഗവാൻ ആ യുദ്ധം ജയിക്കാനായിട്ട് ഒരു സ്തുതി വേണമായിരുന്നു എന്നുള്ളതാണ്. ഭഗവാന് ആരുടെ വംശത്തിലാണ് ജനിച്ചത്? ആരുടെ വംശത്തിലാണ് ഭഗവാൻ ജനിച്ചത്? ആരുടെ വംശത്തിലാ? ഇക്ഷാകു വംശത്തിലാണ്. ഇക്ഷാകു ഏത് വംശത്തിലാ? ഇക്ഷാകു ആരുടെ വംശത്തിലാ? പറയും, ആരെങ്കിലും പറയും, ആരെങ്കിലും പറയും. സൂര്യവംശത്തില്. 2 വംശേ ഉള്ളൂ പുരാണങ്ങളിൽ, 2 വംശേ ഉള്ളൂ ആകെ. പിന്നെല്ലാം അതിനെ തുടർന്നുള്ള സബായിട്ടുള്ള ഡിവിഷൻസ് ആണ്. സൂര്യവംശവും ചന്ദ്രവംശവും. അതിൽ സൂര്യവംശത്തിലാണ് ഭഗവാൻ ജനിക്കുന്നത്. സൂര്യപുത്രനായ സുഗ്രീവനാണ് ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ആ രാവണനെ വധിക്കാൻ അഗസ്ത്യ മഹർഷി ഉപദേശിച്ചു കൊടുത്ത ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കണം. ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ട് എല്ലാ ദിവസവും പാരായണുണ്ടോ? ആദിത്യ ഹൃദയം ജപിക്കുന്നുണ്ടോ? ഇതിനെ തുടർന്ന് ആ 6 or 7 വരികളുള്ള, അല്ലെങ്കിൽ 8 വരികളുള്ള ആ ആദിത്യ ഹൃദയം ദിവസവും ജപിക്കുക. സൂര്യനെ കണ്ടുകൊണ്ട് ആദിത്യ ഹൃദയം ദിവസവും വീട്ടിൽ നിന്ന് ജപിക്കുക. അത്രയും പരിപാവനമായ മന്ത്രമാണ്. നമുക്ക് കൺകണ്ട ദൈവമായ വേദങ്ങളിൽ തുടങ്ങി എല്ലാ പുരാണങ്ങളിലും, എല്ലാ ഇതിഹാസങ്ങളിലും, എല്ലാ ഗ്രന്ഥങ്ങളിലും ഇത്രയധികം സ്തുതിക്കപ്പെട്ടിട്ടുള്ള ഒരു ദേവൻ വേറെയില്ല. കൺകണ്ട ദൈവമായ സൂര്യൻ. ആ ആദിത്യനെ ഭജിച്ചുകൊണ്ട്, ആദിത്യ ഹൃദയം ജപിച്ചുകൊണ്ട്, ആദിത്യനെ താണു വണങ്ങി 7 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തില് പരിസമാപ്തിയാവാൻ പോവാണ്. എന്താ സംഭവിച്ചത്? രാവണൻ കൊല്ലപ്പെട്ടു. രാവണ ഗാത്രദഹനാണ് അടുത്തത്. വിഭീഷണനാൽ രാവണന്റെ മരിച്ച ശവശരീരത്തെ ദഹിപ്പിച്ചു. പുഷ്പകം വന്നു, എല്ലാവരും കയറി. വിഭീഷണോട് പറഞ്ഞു, അന്ന് അവിടെ ഇല്ല, ഞാൻ വരുന്നുണ്ട്. കിഷ്കിന്ധ വാസിയായ കിഷ്കിന്ധ രാജാവായ സുഗ്രീവനെയും വാനരന്മാരെയും തിരിച്ചയക്കാനായിട്ട് ശ്രമിച്ചു. ഇല്ല, അങ്ങയുടെ അഭിഷേകം വായിച്ചു, പട്ടാഭിഷേകം കഴിഞ്ഞോ? അടുത്തത്, ഞാനും വരുന്നുണ്ട്. ചോദിക്കുന്നവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. പുഷ്പകാണെങ്കിലോ, പുഷ്പകം എന്ന് പറഞ്ഞാൽ സാധാരണ വിമാനമല്ല, നമ്മുടെ ജംബോ ജെറ്റ് വിമാനമല്ല, എല്ലാവരെയും കൊള്ളും. അപ്പൊ ആവുന്നത്ര എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുഷ്പകം പറന്നു. സീതാദേവി ഇടയ്ക്ക് എടുക്കണ്ടായിട്ടോ, അത് സ്പീഡിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് വിട്ടുപോയതാണ്. എന്തിനാണ് രാമരാവണ യുദ്ധം നടന്നു? സീതാദേവിയെ തിരിച്ചെടുക്കാനാണ്. അഗ്നിപ്രവേശം ചെയ്ത് പാതികൃത്യം തെളിയിച്ച് സീതാദേവിയെ തിരിച്ചെടുത്ത് സീതാദേവിയോടും വിഭീഷണനോടും സുഗ്രീവനോടും ഹനുമാനോടും ലക്ഷ്മണകുമാരനോടും കൂടി പുഷ്പകമേറി യാത്ര തിരിച്ച് കിഷ്കിന്ധ എത്താറായപ്പോ സീതാദേവിക്ക് ഒരു മോഹം, താരയെ ഒന്ന് കാണണം. പുഷ്പകത്തോട് താഴ്ത്തിറങ്ങാൻ പറഞ്ഞു. സീതാദേവി വാനര സ്ത്രീകളെയും താരയെയും എല്ലാം പോയി കണ്ടു. എല്ലാവരോടും കുശലം പറഞ്ഞു, അന്വേഷിച്ചു. ആ സമയത്താണ് രാമചന്ദ്രന് ഒരു ഭൂതോദയം ഉണ്ടായ പോലെ, ബോധിസത്വന് ഭൂതോദയം ഉണ്ടായ പോലെ ശ്രീരാമചന്ദ്രന് ഒരു ഭൂതോദയം ഉണ്ടായി. എന്താ ഉണ്ടായത്? അവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. 12ാമത്തെ വർഷം കഴിയുമ്പോ അഗ്നി കൂട്ടി അതിന് അകത്തേക്ക് ചാടും, ജീവത്യാഗം ചെയ്യും. ആരാ? ഭരതൻ. അപ്പൊ ഹനുമാനെ വിളിച്ചു. ഹനുമാൻ ഏറ്റവും പെട്ടെന്ന് പോവുക. നന്ദിഗ്രാമത്തില് ഒരു പർണശാലയുണ്ട്, അതിന്റെ മുമ്പിൽ ഒരു ഹോമകുണ്ടം കാണും. ആ ഹോമകുണ്ടത്തിന് ഒരാൾ വളം വെക്കുന്നുണ്ടാവും, അയാളെ പിടിക്കുക, അല്ലെങ്കിൽ അയാളെടുത്ത് ചാടും. ഹനുമാന് സംഗതി മനസ്സിലായി. ഹനുമാൻ പോയി. താരയെ കണ്ടതിന് ശേഷം പുഷ്പകം വീണ്ടും പറന്നു. അപ്പോ സീതാദേവിയോട് രാമേന്ദ്രൻ പറഞ്ഞു കൊടുത്തു, ഇതാണ് ചിത്രകൂടം, പഞ്ചവടി. അപ്പൊ ഭരദ്വാജനെ ഒന്ന് കാണാതെ എങ്ങനെയാ പോവുക? മഹർഷി ഭരദ്വാജന്റെ ആശ്രമത്തിൽ ചെന്നു. മഹർഷിയെയും ഭാര്യയെയും പ്രണമിച്ചു. അവിടെ ഒന്ന് തങ്ങണം എന്ന് ഭരദ്വാജൻ പറഞ്ഞു. അവിടെ കുറച്ചു നേരം വിശ്രമിച്ചു. ആ സമയത്ത് ഹനുമാൻ നന്ദിഗ്രാമത്തിലെത്തി. പർണശാലയ്ക്ക് മുമ്പിൽ ഇതുപോലെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ ഭരതൻ വലം വെച്ചുകൊണ്ടിരിക്കുക. എന്തിന്? പർണശാലയ്ക്ക് ചുറ്റുമല്ല, ഹോമകുണ്ടത്തിന് ചുറ്റും പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഹനുമാനാണ്, ശ്രീരാമചന്ദ്രന്റെ ദാസനാണ്. ഏറ്റവും എളുപ്പത്തില്
ഞാൻ കുറച്ചുകൂടി കൂട്ടിയാ പറഞ്ഞത്. ഇതിലും കുറച്ച് വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ സീതയെ ലങ്കാപതിയായ രാവണൻ കട്ടുകൊണ്ടുപോകണ്ടായി, തിരിച്ചെടുത്തു. സുഗ്രീവൻ തുടങ്ങിയിട്ടുള്ള വാനരന്മാരുടെ സഹായത്തോടുകൂടി തിരിച്ചെടുത്തു. അവര് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങയെ പിടിച്ചു നിർത്താനായിട്ടാണ് എന്നെ പറഞ്ഞയച്ചത്. അപ്പൊ ഹനുമാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീരാമൻ, നീ തന്നെ പോയാൽ ചിലപ്പോ വിശ്വസിക്കില്ല. കൂട്ടത്തിലെ ആ ഗംഗാനദിക്കടുത്ത് ഒരു നിശാല രാജാവുണ്ട്, അയാളുടെ പേര് ഗുഹന്ന. അയാളെ കൂട്ടത്തിൽ പിടിച്ചേക്കുക. ഗുഹനെ കൊണ്ടാണ് ഹനുമാൻ പോയത്. അവിടെ ചെന്നു ഭരതനെ പറഞ്ഞ് മനസ്സിലാക്കി. ഭരതൻ എന്തെന്നില്ലാത്ത സന്തോഷായി. ഒന്ന് ചേട്ടൻ വരുന്നുണ്ട്, ചേട്ടനെ സഹായിച്ച ഒരാളാണ് കൂടെ നിൽക്കുന്നത്. അങ്ങനെ പുഷ്പകം നന്ദിഗ്രാമത്തിനോടടുത്ത് അയോധ്യക്ക് കുറച്ച് പുറത്തായിട്ട് വന്നു. ശ്രീരാമചന്ദ്രനും സഹോദരനായ ലക്ഷ്മണനും മറ്റ് പ്രമുഖരായിട്ടുള്ളവരെല്ലാം ഇറങ്ങി. അവിടെ എല്ലാവരും വന്ന് കാത്തു നിൽക്കുകയാണ്. അമ്മമാര് കൗസല്യാദേവി, കൈകേയി ദേവി, സുമിത്രാദേവി, വസിഷ്ഠ മഹർഷിയുടെ പത്നിയായ അരുന്ധതി ദേവി, സുമന്ത്രൻ തുടങ്ങിയിട്ടുള്ള മന്ത്രിമാര്, അയോധ്യാവാസികൾ മുഴുവൻ. ഇവിടെയുണ്ട് ഒരു പട അല്ലെ. വാനര പ്രമുഖന്മാരും നർത്തഞ്ചരേന്ദ്രനും എല്ലാവരും ഉണ്ട്. ഭരതൻ വന്ന് ശ്രീരാമന്റെ കാൽക്കൽ വീണു. ലക്ഷ്മണന്റെ കാൽക്കൽ ശത്രുഘ്നൻ വീണു. ലക്ഷ്മണൻ തിരിച്ച് ഭരതന്റെ കാൽക്കൽ വീണു. ശത്രുഘ്നും രാമനെ തൊഴുതു. അവർ തമ്മിലുള്ള ആലിംഗനങ്ങളെല്ലാം നടന്നു. അമ്മമാരെ തൊഴുതു, ഗുരുവിനെ തൊഴുതു, ഗുരുപത്നിയെ തൊഴുതു. ഭരതനെ വിളിച്ചു. ശ്രീരാമൻ അടുത്തേക്ക് വിളിച്ചു. ഇനി വായിക്കാൻ പോകുന്ന ഭാഗത്ത് കാണാം. കൂടെ രണ്ടുപേര് പ്രധാനികൾ വന്നിട്ടുണ്ട്. ഒന്ന് സുഗ്രീവൻ, രണ്ടാമത് വിഭീഷണൻ. ഇവർക്ക് വേണ്ടുന്നതായ പ്രത്യേകം ഗൃഹങ്ങളെ ഒരുക്കിക്കൊള്ളുക. ഭരതൻ അതിന്റെ വേണ്ട രീതിയിലെല്ലാം ചെയ്തു. ഇവർക്ക് എല്ലാവർക്കും വേണ്ടുന്നതായിട്ടുള്ള ഗ്രഹങ്ങളെല്ലാം അയോധ്യയിൽ ഒരുങ്ങി. അയോധ്യ നഗരി മുഴുവൻ ഒരു ഉത്സവ ഛായയിലാണ്. തത്വയിലെ ഈ വീട് പോലെ. അവിടെ നടക്കാൻ പോകുന്ന പട്ടാഭിഷേകമാണ്. ഇവിടെ നടക്കാൻ പോകുന്ന പട്ടാഭിഷേകമാണ് അല്ലെ. ശ്രീരാമ പട്ടാഭിഷേകം ഇവിടെ നടക്കാൻ പോവാണ്. അയോധ്യ മുഴുവൻ ഉത്സവ ഛായയിലാണ്, ആഘോഷ തിമർപ്പിലാണ്. അപ്പോ ഭരതൻ വിളിച്ചു ആരെ? സുഗ്രീവനെ പതുക്കെ വിളിച്ചു. സുഗ്രീവ, ഭഗവാന്റെ പട്ടാഭിഷേകമാണ്, ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകമാണ്. അതിന് വേണ്ടുന്നതായിട്ട് ഉള്ള സാമഗ്രികളെല്ലാം അങ്ങ് ഒരുക്കണം. സുഗ്രീവൻ ഏറ്റവും അടുത്ത 4 പേരെ വിളിച്ചു. ആരാണ്? ജാംബവാൻ, മാരുതി അല്ലെങ്കിൽ ഹനുമാൻ, അംഗദൻ, സുഷേണൻ. ഇവര് 4 പേരെയും വിളിച്ചു. സുഷേണനാണോ നവനാണോ സംശയമുണ്ട്. 4 പേരെയും വിളിച്ചു. 4 പേരെയും 4 സരസ്സുകളിലേക്ക്, സമുദ്രങ്ങളിലേക്ക് വിട്ടു. അവിടുന്ന് തീർത്ഥജലം എടുത്തുകൊണ്ടുവരുന്നതിനായിട്ട്. പട്ടാഭിഷേകം നടത്തുമ്പോൾ തീർത്ഥം അഭിഷേകം ചെയ്യണം. അതിനുവേണ്ടി 4 പേരെയാണ് വിട്ടത്. ഒരൊറ്റ ഭാഗം രാമായണത്തിൽ ഞാൻ ഒന്ന് വായിച്ചോട്ടെ. പട്ടാഭിഷേകത്തിലെ ഈ ഭാഗം നിങ്ങളും ഒന്ന് 2 പ്രാവശ്യമെങ്കിലും വായിക്കണം. ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തക്ഷണേ. ശത്രുഘ്നനുമവാത്യൗഘമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചീതിനാർ. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിക്ഷിപ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥയ്ക്ക് അഭിഷേകവും ചെയ്തിതു. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിക്ഷിപ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതു. ആ ഭാഗം
2 തവണ ഇരുത്തി വായിക്കുക. വായന കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ഭാഗത്തെ കൊണ്ടാണ് അതിനെ തുടർന്നിട്ടുള്ള കുറച്ച് ചെറിയൊരു വിവരണം കൂടിയുണ്ട്. അതാണ് അഭിഷേകത്തിന്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ അഭിഷേകത്തെ പറ്റി വിവരിക്കുന്ന ഭാഗത്താണ് അതിന് തുടർന്നിട്ടുള്ള ഭാഗവും. പിന്നെ സ്തുതികളാണ്. ആരാണ് സ്തുതിക്കുന്നത്? രാമായണത്തിന്റെ തുടക്കത്തിൽ ആരെയാണോ വളരെയധികം നമ്മളെ പ്രാർത്ഥിക്കുന്നത്, ഈ രാമായണം ആരിൽ കൂടിയാണോ അറിയപ്പെടുന്നത്? കൈലാസവാസിയായ പരമേശ്വരനിൽ കൂടി പാർവതി ദേവിക്കായിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. പിതാമഹനായ ബ്രഹ്മാവ് രാമായണം എങ്ങനെയാണ് അവസാനിക്കുന്നത്? ഉത്തരകാണ്ഡം ഇവിടെ വായിക്കുന്നില്ല. ഉത്തരകാണ്ഡത്തിന്റെ അവസാനം ബ്രഹ്മാവിന്റെ സ്തുതിയാണ്. ആ ബ്രഹ്മാവ് ഭഗവാനെ പുകഴ്ത്തുകയാണ്. പിന്നീട് പുകഴ്ത്തുന്നത് ആരാ? ദേവേന്ദ്രൻ, ദേവരാജാധിപനായിരിക്കുന്ന ദേവേന്ദ്രൻ, ദേവവർഗം മുഴുവനായി, അപ്സരവർഗം, സിദ്ധന്മാര്, സാധ്യന്മാര്, കിന്നരന്മാര്, ഗന്ധർവന്മാര്, യക്ഷന്മാര്, അഷ്ടദിക്പാലകര് എല്ലാവരും ഭഗവാനെ പുകഴ്ത്തുന്ന ഭാഗമാണ് തുടർന്നുള്ളത്. അങ്ങനെ ഒരു മാതൃകാ പുരുഷനായി ജനിച്ച് സത്യത്തിൽ മാത്രം അധിഷ്ഠിതമായി ജീവിച്ച് ധർമ്മത്തെ പരിപാലിച്ച്, സത്യലംഘനം ഒരിക്കലും നടത്തിയിട്ടില്ല. അങ്ങനെ ധർമ്മത്തെ പരിപാലിച്ച് ആവശ്യം വന്നപ്പോൾ വനയാത്ര നടത്തി, രാക്ഷസ നിഗ്രഹങ്ങൾ നടത്തി, ശുദ്ധരായ മഹർഷിമാരെയും ബ്രാഹ്മണരെയും സഹായിച്ച് അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത്, തന്നെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിച്ച്, ശുദ്ധരായവരെ ഉത്ഥാനം ചെയ്ത് ഒരു ജീവിതം സത്യയുഗത്തെ തുടർന്നുണ്ടായ ത്രേതായുഗത്തില് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആടിത്തിമർത്തു. ഉത്തരരാമായണത്തിന്റെ അവസാന ഘട്ടത്തില് അശ്വമേധയാഗം നടത്തുന്നു. ലക്ഷ്മണനെ അതിനു മുമ്പേ ത്യാഗം ചെയ്തിട്ടുണ്ടായിരുന്നു, പരിത്യാഗം നടത്തിയിട്ടുണ്ടായിരുന്നു. സീതാദേവി അതിനു മുമ്പേ ഭൂമിദേവിയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു, വൈകുണ്ഠത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനാ ലക്ഷ്മണൻ ആദ്യം പറഞ്ഞു വെച്ചാൽ വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളാ. കാരണം അദ്ദേഹത്തിന് അവിടെ ചെല്ലുമ്പോഴേക്കും മെച്ചയുണ്ടാവണം. അനന്തന്റെ അവതാരമാണ് ലക്ഷ്മണൻ. സീതാദേവി നേരത്തെ പറഞ്ഞു വെച്ചാൽ എന്താ കാരണം? അദ്ദേഹം അവിടെ പോയി അനന്തശയനം നടത്തുമ്പോ കാൽക്കല് തിരുമാനായിട്ട് ഒരാള് വേണം. അത് ലക്ഷ്മി ദേവിയാ ഇവരെ, അതുകൊണ്ട് നേരത്തെ പറഞ്ഞു വെച്ചതാണ്. ശംഖിനും ചക്രത്തിനും പ്രത്യേകിച്ച് കർമ്മമൊന്നും അവിടെ ചെയ്യാനില്ല, കൂടെ പോയാൽ മതി. സരയൂ നദിയിൽ മുങ്ങുമ്പോ ഭരതശത്രുഘ്നന്മാരാണ് അപ്പുറം ഇപ്പുറം ഉള്ളത്. സരയൂ നദിയിൽ മുങ്ങുന്നതിന് മുമ്പായിട്ട് ദേവേന്ദ്രൻ വന്നു അവിടെ. അപ്പൊ പറഞ്ഞു ദേവേന്ദ്രനോട്, എന്റെ കൂടെ ഈ മോക്ഷപ്രാപ്തി നേടുന്നവർക്ക് എല്ലാവർക്കും ദേവലോകവും വൈകുണ്ഠവും പ്രാപ്യമാകണം. അയോധ്യ നിവാസികളെല്ലാം അതിൽ പോവുകയാണ്. 3 പേരാണ് അവിടെ മാറി നിൽക്കുന്നത്. ഒന്ന് ലവകുശന്മാര്, രാജ്യം ഭരിക്കണം. മറ്റൊന്ന് ഹനുമാനോട് പറഞ്ഞു, രാമായണം ഉള്ളിടത്തൊക്കെ ചെല്ല. ഇവിടെയുണ്ട് ഹനുമാൻ. രാമായണം ജപിക്കുന്നവർക്ക് സ്ഥലങ്ങളിലും രാമമന്ത്രം ഉള്ളിടത്തും ഹനുമാന്റെ പ്രാതിനിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ ഹനുമാൻ സ്മരണയില്, ശ്രീരാമചന്ദ്ര സ്മരണയില് സീതാദേവിയോടും ലക്ഷ്മണകുമാരനോടും ഭരതശത്രുഘ്നന്മാരോടും കൂടിയിട്ടുള്ള ആ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം, ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന പട്ടാഭിഷേകം ആരൊക്കെ ഉണ്ടായിരുന്നു? വസിഷ്ഠ മഹർഷി, ബ്രഹ്മദേവൻ, പരമേശ്വരൻ, തന്റെ സഹോദരങ്ങള് ഹനുമാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന പട്ടാഭിഷേകത്തോട് കൂടിയിട്ടുള്ള യുദ്ധകാണ്ഡത്തിന്റെ പരിസമാപ്തി, അധ്യാത്മരാമായണത്തിന്റെ പരിസമാപ്തി. എന്താണ് അധ്യാത്മ രാമായണത്തിന്റെ മാഹാത്മ്യം? 4 വരി ശ്ലോകം വായിച്ച് നിർത്തുക. സമയക്കുറവുണ്ട്. അധ്യാത്മ പ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമ സന്നിഗ്ധമി ജന്മം കൊണ്ടേ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. കൈവല്യ മുക്തി ലഭിക്കണമെങ്കില് ഇത്രേ ചെയ്യണ്ടോ? അധ്യാത്മരാമായണം വായിക്കുക, രാമമന്ത്രം ജപിക്കുക. ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് നമസ്കാരം.
എല്ലാവർക്കും നമസ്കാരം.